അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് Vivo V17 Pro എന്നുള്ളൊരു മോഡലിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. അപ്പോൾ ബോക്സിൽ കാണുന്ന പോലെ തന്നെ ഇത് ലോകത്തിലെ ആദ്യത്തെ ഡുവൽ പോപ്പപ്പ് സെൽഫി ക്യാമറ ആണ് V17 Proയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 32 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും അതൊരു ഗ്രൂപ്പ് സെൽഫീസ് ഒക്കെ എടുക്കാൻ വളരെ ഉപയോഗപ്രദമായ ഒരു ക്യാമറ. ഫ്രണ്ടിൽ 2 ക്യാമറയും പിറകുവശത്ത് 4 ക്യാമറ, ടോട്ടൽ 6 ക്യാമറ ഉള്ള ഒരു ഫോണാണ് V17 Pro. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ റിവ്യൂ തന്നിട്ടുള്ളത് ചങ്കുവെട്ടിയിലുള്ള ഇഹാം ഡിജിറ്റലാണ്. അപ്പോൾ ഫോണിൻ്റെ ഡെമോക്കും പർച്ചേസിനും നിങ്ങൾക്ക് ഇഹാം ഡിജിറ്റലിനെ കോൺടാക്ട് ചെയ്യാം. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. V17 Proൻ്റെ അൺബോക്സിങ്ങിലോട്ട് വരുന്നതിൽ ബോക്സിലുള്ള പ്രധാന കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ള നോക്കാം. 32 മെഗാ പിക്സലിൻ്റെ ഒരു ഡുവൽ പോപ്പപ്പ് സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ. പിന്നെ 48 മെഗാ പിക്സലിൻ്റെ ഒരു AI കോഡ് ക്യാമറ, 2x ടെലിഫോട്ടോ സൂം ലെൻസോട് കൂടിയ ഒരു 13 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ ബോക്സിലുള്ള പ്രൈസ് എഴുതിയിരിക്കുന്നത് 32,990 അപ്പോൾ പ്രൈസ് എന്ന് വരുന്നത് ഇതിൻ്റെ പ്രൈസ് സെല്ലിംഗ് പ്രൈസ് 29,999. അപ്പോൾ അൺബോക്സിങ്ങിൻ്റെ ബോക്സ് ഒഴിവാക്കുമ്പോൾ നമുക്ക് നല്ലൊരു കേസിങ്ങിൽ വരുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. ഒരു Type-C USB കേബിൾ നല്ല വൃത്തിക്ക് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റിയുള്ള USB Type-C കേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഒരു സിം ഇജക്ടർ പിന്നുണ്ട്, കുറച്ച് വാറണ്ടി ലീഫ്ലെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഹാർഡ് കേസ് കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല മികച്ച ക്വാളിറ്റിയുള്ള ഒരു ഹാർഡ് കേസാണ്, ക്ലിയർ കേസ് അല്ല. പിന്നെ ഇവിടെ നമ്മുടെ ഡിവൈസ് വരുന്നത്, ഡിവൈസിൻ്റെ പുറത്ത് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഡെഡിക്കേറ്റഡ് ബട്ടൺ ഉണ്ട് എന്നൊക്കെ പ്രത്യേകം മെൻഷൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഡിവൈസ് നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പോൾ തൽക്കാലം ഇനി ബാക്കി ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് ഇനി ബാക്കി വരുന്നത് ചാർജറും ഒരു ഇയർഫോണും കൂടെ കൊടുത്തിട്ടുണ്ട്. വിവോയുടെ നല്ല ഒരു ബ്രാൻഡിങ്ങോട് കൂടിയ നല്ലൊരു ഇയർഫോൺ കൊടുത്തിട്ടുണ്ട്. ഒരു 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ഉണ്ടെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ചാർജർ 18 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് എന്നാണ് കമ്പനി മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ അതെ 9 വോൾട്ട് 2 ആംപിയർ വരുന്ന 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നത് 128 GB 8 GB റാമുമാണ് വരുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ സ്റ്റോറേജ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. ആകെ ഒറ്റ വേരിയൻറ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളൂ. 8 GB 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജിൽ വരുന്നത് ഒറ്റ വേരിയൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മുടെ 2 കളറാണ് അവൈലബിൾ ആയിട്ടുള്ള കളർ. ഒന്ന് ഗ്ലേഷ്യർ ഐസും, അതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഇന്നൊന്നുള്ളത് മിഡ് നൈറ്റ് ഓഷ്യൻ എന്നുള്ള ഈ 2 കളറിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ V17 Proൻ്റെ ഡിസ്പ്ലേ പറയുകയാണെന്നുണ്ടെങ്കിൽ 6.44 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കളേഴ്സൊക്കെ നല്ല വൈബ്രൻ്റ് ആണ്. പുറത്ത് അതായത് സൺലൈറ്റിലൊക്കെ നല്ല വിസിബിലിറ്റി ഉണ്ട്. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന പ്രോസസ്സർ Snapdragon 675 11 നാനോമീറ്റർ ആർക്കിടെക്ചറോട് കൂടിയ ഒരു ചിപ്സെറ്റാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു ചിപ്സെറ്റാണ്. പിന്നെ അടുത്ത് വരാനുള്ള വേറൊരു കാര്യം, 4100 mAh ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ കണ്ടു 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. അതുകൊണ്ട് ചാർജിങ് അത്യാവശ്യം നല്ല സ്പീഡായിട്ട് കിട്ടും. അപ്പോൾ പിറകിൽ വരികയാണെന്നുണ്ടെങ്കിൽ കോഡ് ക്യാം സെറ്റപ്പാണ് V17 Proയിൽ നൽകിയിട്ടുള്ളത്. മുകളിലെ സെൻസർ 8 മെഗാ പിക്സലിൻ്റെ മാക്രോ സെൻസറായിട്ടും സൂപ്പർ വൈഡ് ആംഗിൾ സെൻസറായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ 48 മെഗാ പിക്സലിൻ്റെ സോണിയുടെ സെൻസർ, മെയിൻ സെൻസർ. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് ക്യാമറ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഒരു 13 മെഗാ പിക്സലിൻ്റെ 2x ഒപ്റ്റിക്കൽ സൂം ഉണ്ടായതുകൊണ്ട് തന്നെ പോർട്രേറ്റുകൾക്കൊക്കെ വളരെ മികച്ചതായിരിക്കും. പിന്നെ ഒരു 10x ഡിജിറ്റൽ സൂമിങ് കൂടെ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ 4 ക്യാമറ, പിന്നെ ഡുവൽ ടോൺ LED ഫ്ലാഷും കൂടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ക്യാമറയുടെ അലൈൻമെൻ്റ് ഒക്കെ വളരെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിസൈൻ നൽകുന്നു. പിന്നെ കയ്യിൽ നല്ലൊരു ഇൻഹാൻഡിൽ നല്ലൊരു പ്രീമിയം ലുക്ക് നൽകുന്നുണ്ട്. ഡിവൈസിൻ്റെ പ്രധാന കീ ഫീച്ചർ നമ്മൾ എന്തായാലും പറഞ്ഞു, അതിൻ്റെ ഫ്രണ്ട് ക്യാമറ തന്നെയാണ്. ലോകത്തിലെ ആദ്യത്തെ ഡുവൽ പോപ്പപ്പ് സെൽഫി ക്യാമറയാണ്. അപ്പോൾ 32 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് മെഗാ പിക്സൽ കൗണ്ടോട് കൂടിയ സെൽഫി ക്യാമറ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ അതിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ഒരു 8 മെഗാ പിക്സലിൻ്റെ 105 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂയോട് കൂടിയ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ. അപ്പോൾ ഗ്രൂപ്പ് സെൽഫിക്കൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് ക്യാമറ സാമ്പിൾസ് എന്തായാലും നമുക്ക് പിന്നീട് നോക്കാം. പിന്നെ ഇതിൽ ഇയർ പീസും ഈ ഒരു ഇതിൻ്റെ കൂടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പോപ്പപ്പിൻ്റെ കൂടെ തന്നെയാണ് ഇയർ പീസും വരുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു ഫ്ലാഷ് ഉണ്ട്. നമുക്ക് പുറമേ നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ഫ്ലാഷ് അല്ല, ഒരു ഡാർക്ക് ഇതായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലാഷ് പുറത്തുനിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഉള്ളിലൊരു ഫ്ലാഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചിപ്സെറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, Qualcomm Snapdragon 675 11 നാനോമീറ്റർ ആർക്കിടെക്ചറോട് കൂടിയ ചിപ്സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ Snapdragon 675 മോശം എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും നോർമൽ യൂസേഴ്സിനെ ബാധിക്കുന്ന കാര്യം കുറച്ചും കൂടെ പ്രൊസസ്സർ മെച്ചപ്പെടുത്താമായിരുന്നു.
പിന്നെ വരുന്നതിൻ്റെ OS വരുന്നത് Android 9 Pie വെർഷനോട് കൂടിയ ഫൺ ടച്ച് OS ആണ്. അപ്പോൾ നമുക്കിനി ക്യാമറ സാമ്പിൾസിലോട്ട് പോകാം. ക്യാമറ ആയിരുന്നല്ലോ പ്രധാന ഹൈലൈറ്റ്. ക്യാമറ സാമ്പിൾസിലോട്ട് പോകും. ക്യാമറ സാമ്പിൾസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വൈഡ് ആംഗിൾ ക്യാമറയിൽ 123 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ ഇവിടെ കാണാം, ബിൽഡിങ്ങിൻ്റെ ഫുൾ വ്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ മികച്ച ഒരു വൈഡ് ആംഗിൾ സെൻസറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരികയാണെന്നുണ്ടെങ്കിൽ 48 മെഗാ പിക്സലിൻ്റെ പ്രൈമറി സെൻസർ വളരെ മികച്ച കളർ റീപ്രൊഡക്ഷൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഡീറ്റെയിലിംഗും ഉണ്ട്. ആ 48 മെഗാ പിക്സലിൻ്റെ സെൻസർ, സോണിയുടെ സെൻസറിൻ്റെ ആ ഒരു പവർ അതിന് കാണിക്കുന്നുണ്ട്. പിന്നെ വരുന്നുണ്ടെങ്കിൽ 2x ടെലിഫോട്ടോ, അത് വളരെ മികച്ചൊരു ഹാൻഡി ആയിട്ടുള്ള ഫീച്ചറാണ്. പക്ഷേ ഡീറ്റെയിൽസ് അത്ര ക്ലിയർ ആയിട്ട് അത്ര ഒരു മികച്ചതല്ല. 48-ന് അത്ര എന്തായാലും മികച്ചതല്ല. അപ്പോൾ അതും പോർട്രേറ്റുകൾക്ക് ഒരു ഉപകാരപ്രദമാവും എന്നുള്ള ഒരു ഫീച്ചറേ ഉള്ളൂ. പിന്നെ വരുന്നുണ്ടെങ്കിൽ നമ്മളെ ലൈറ്റിംഗ് കണ്ടീഷനിൽ, നോർമൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ ഔട്ട്ഡോറിൽ നല്ല ഒരു ക്വാളിറ്റിയുള്ള പിക്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ 2 പിക്ചേഴ്സ് കാണാം. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ സ്കിൻ ടോൺസൊക്കെ വളരെ അക്യുറേറ്റ് ആയി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൈനാമിക് റേഞ്ചൊക്കെ ആ ഷാഡോകളിലൊക്കെ നോക്കിയാൽ ഡൈനാമിക് റേഞ്ചൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഇത് 2x ടെലിഫോട്ടോയിൽ എടുത്തതാണ്. ഇതും അത്യാവശ്യം മികച്ച ഒരു ടെലിഫോട്ടോയിൽ 48-ന് അത്ര തന്നെ ക്ലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിലും അത്യാവശ്യം കൊള്ളാവുന്ന പിക്ചർ തന്നെയാണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. പിന്നെ ഇതൊരു അൾട്രാ വൈഡ് ആംഗിളിൽ എടുത്തൊരു ഫോട്ടോയാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ 123 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉണ്ടായതുകൊണ്ട് തന്നെ അൾട്രാ വൈഡ് ആംഗിളിൽ മികച്ച ഒരു ഷോട്ട് ഉണ്ട്. പക്ഷേ ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രം ഫോക്കസ് പോകുന്നുണ്ടോ എന്നൊരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ സാധാരണ വൈഡ് ആംഗിൾ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ മാത്രമേ അക്യുറേറ്റ് ആയിട്ട് കിട്ടാറുള്ളൂ. ഇത് ഒരു സ്ഥലത്തേക്ക് ഫോക്കസിങ് പോകുന്നുണ്ട്. പിന്നെ ഇത് ട്രൂ 48 മെഗാ പിക്സലിൽ എടുത്തിട്ട് സെൻസറിൽ എടുത്ത ഒരു പിക്കാണ്. മറ്റേത് എന്തായാലും പിക്സൽ ബിന്നിങ് എന്നുള്ള ടെക്നോളജിയാണ് എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ട്രൂ 48 മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസ് വളരെ മികച്ചതായിട്ട് തന്നെ തോന്നി. പിന്നെ ഇത് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ ഇൻഡോറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ലോ ലൈറ്റ് തന്നെ നല്ല ക്രിസ്പായിട്ടുള്ള പിക്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ കളേഴ്സ് നോക്കിയാൽ നല്ല കളർ റീപ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് മികച്ച ഒരു ഫീച്ചറാണ്. നമുക്ക് സബ്ജക്റ്റിനോട് വളരെ ക്ലോസ് ആയി വന്നാൽ പോലും ഫോക്കസ് നഷ്ടപ്പെടാതെ നമുക്ക് പിക്ചർ എടുക്കാൻ പറ്റും. പിന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലുള്ളൊരു പോർട്രേറ്റാണ്. ഇതിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കിൻ ടോണും അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ലൈറ്റിംഗ് കണ്ടീഷനിൽ അത്യാവശ്യം നല്ല സെൻസർ നന്നായിട്ട് ലൈറ്റ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഫ്രണ്ട് ക്യാം സെൽഫി ആണെങ്കിൽ 32 മെഗാ പിക്സലിൻ്റെ ആ സെൽഫി വളരെ മികച്ചതായിട്ട് തന്നെ തോന്നി. പിന്നെ പുറത്ത് ഓവർ എക്സ്പോഷർ ആയതുകൊണ്ട് തന്നെ ആ ഡൈനാമിക് റേഞ്ച് വെച്ച് ഫോൺ അത് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആസ് യൂഷ്വൽ വിവോയിലോ ഓപ്പോക്കെ ഒന്ന് വെളുപ്പിക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് വെളുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ഗ്രൂപ്പ് സെൽഫി തരാണെന്നുണ്ടെങ്കിൽ പൊതുവേ 32 മെഗാ പിക്സൽ വൈഡ് അപ്പേച്ചർ ആയതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് സെൽഫി അത്യാവശ്യം കൊള്ളാം. പക്ഷേ ഇതിലും വൈഡ് ആംഗിൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ കൈയിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ കാണാൻ പറ്റും, അവിടെ ഒരു കർവിങ് വന്നിട്ടുണ്ട്. അതൊരു പോരായ്മയായി തോന്നി. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്യാമറ സാമ്പിൾസ് വരുന്നത്. പിന്നെ നമുക്ക് 4K 60 FPS വരെ വീഡിയോ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ സാമ്പിൾസും കൂടെ നോക്കാം. വീഡിയോ സാമ്പിൾസിലോട്ട് വരികയാണെങ്കിൽ 1080p 30 FPS വളരെ മികച്ച സ്റ്റെബിലൈസേഷൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അൾട്രാ സ്റ്റഡി മോഡ് അവൈലബിൾ ആണെന്നാണ് വിവോ അവകാശപ്പെടുന്നത്. അൾട്രാ സ്റ്റഡി മോഡ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മികച്ചൊരു കളർ റീപ്രൊഡക്ഷനും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ നാളെ LG G8s Think എന്നുള്ളൊരു അൾട്ടിമേറ്റ് ഫ്ലാഗ്ഷിപ്പ് കില്ലറിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആൻഡ് അൺബോക്സിങ് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും കാണാൻ മറക്കരുത്. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അതുവരേക്കും ഗുഡ് ബൈ.